എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇന്ന് എൻ്റെ കുറച്ച് കൂട്ടുകാർ ചോദിച്ച പോലെ ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പിയുമായിട്ടാണ് വരുന്നത്. പീച്ചിങ്ങ അല്ലെങ്കിൽ റിഡ്ജ് ഗോഡ്. ഈ പീച്ചിങ്ങയും പരിപ്പും കൂടെ ചേർത്ത് ചോറിനും ചപ്പാത്തിക്കും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഒരു അരക്കപ്പ് മൂങ് ദാലാണ് എടുക്കുന്നത്, ചെറുപയറിൻ്റെ പരിപ്പ്. നമുക്ക് ഈ പീച്ചിങ്ങ അരിയുമ്പോഴത്തേന് ഈ പരിപ്പിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയായിട്ട് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പീച്ചിങ്ങ അരിഞ്ഞ് വരുമ്പോഴത്തേന് അത് നന്നായിട്ടൊന്ന് ഒരുവിധം വെള്ളമൊക്കെ പിടിച്ച് വേകാൻ കുറച്ചുകൂടി എളുപ്പമുള്ളതായിട്ടിരിക്കും. വെജിറ്റബിൾ റെസിപ്പീസ് ഒന്ന് രണ്ടെണ്ണം ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കഴുകി നല്ല വെള്ളത്തിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. നല്ലപോലെ മൂത്തതാണെങ്കിൽ ഇതിൻ്റെ തൊലി നന്നായിട്ട് കളയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ റിഡ്ജ് പോലത്തെ ഇതാണ്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുന്ന ഈ എൻഡ് മാത്രം നല്ലപോലെ കളഞ്ഞാൽ മതി. പക്ഷേ ഇത് ഇച്ചിരി മൂത്തതാണ്, അതുകൊണ്ട് ഇതിൻ്റെ തൊലി ഞാൻ നന്നായിട്ട് കളയുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടും എന്നും ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ കാര്യം നിങ്ങൾ അറിയത്തുള്ളൂ. ഇച്ചിരി സ്ക്വയറായിട്ട് നമ്മൾ അരിഞ്ഞെടുത്താൽ മതി. ഇതിനകത്തെ സീഡൊന്നും കട്ടിയായിട്ട് ആയില്ലെങ്കിൽ നമുക്ക് ആ സീഡും എടുക്കാം. ഹാർഡായിട്ടുള്ള സീഡാണെങ്കിൽ നമുക്കത് വേണ്ട. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതെല്ലാം. അപ്പോൾ ഇത് പ്രഷർ കുക്കറിനകത്തേക്ക് ഇടുവാണ് ഞാൻ. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച പരിപ്പിടാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരല്പം നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, നെയ്യുടെ ടേസ്റ്റ് വരണം. രണ്ട്, ഇത് വെള്ളം നമ്മളിങ്ങനെ പ്രഷർ കുക്കറിനടിച്ചത് വിസിൽ വരുമ്പം ഇത് മുകളിലോട്ട് തെറിച്ച് വരാതെയും സഹായിക്കും ഈ എണ്ണയോ നെയ്യോ ഇട്ടാൽ. എളുപ്പം വേകാനായിട്ടൊരു വറ്റൽ മുളക്, പിന്നെ 2-3 കറിവേപ്പില, അതൊന്ന് അരിഞ്ഞോ അല്ലെങ്കിൽ ക്രഷ്ഡായിട്ടോ ഇടണം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പീച്ചിങ്ങയ്ക്കകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. 1 ടീസ്പൂണിൻ്റെ പകുതി കായം. ഒരു വിസിൽ വരട്ടെ. അപ്പോൾ ഇതിനൊരു വിസിൽ വരുമ്പോഴത്തേന് ബാക്കി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പിന്നെ തിരിച്ചു വരാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് തീ ഓഫ് ചെയ്തിടാൻ പോവാണ്. വേറൊരു അടുപ്പിലോട്ട് നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും ഒഴിക്കണം, അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും ഒഴിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാധാരണ ചെയ്യുന്ന ഒരു റെസിപ്പി അല്ല ഇത്, പക്ഷേ വളരെ ഡിഫറെൻ്റായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിതിങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം ഇടാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കറുത്ത എള്ള്. അത് പൊട്ടുന്ന ഉടനെ നമുക്ക് വെളുത്തുള്ളി ഇടാം. ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി. ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇടാം. ഇതിനകത്ത് എരി നമ്മൾ മെയിനായിട്ട് ഇടുന്നത് പച്ചമുളക് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ എരി അനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇടണം. ഇത് റോസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന റെഡ് ഓണിയൻസ് അല്ലെങ്കിൽ സവാള ഇടാം. ഉള്ളി ഇങ്ങനെ പകുതി വഴലുന്ന ഉടനെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ലപോലെ വഴന്ന് കഴിയുമ്പം നമ്മളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്താൽ മാത്രം മതി. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. തക്കാളി ചെറുതായിട്ട് അരിയണം, എങ്കിലേ അത് പെട്ടെന്ന് വഴന്ന് കിട്ടത്തുള്ളൂ. ഞാനിതെല്ലാം ചെറിയ തീയിലാണ് ഇട്ട് ചെയ്യുന്നത്. പ്രഷർ കുക്കറിൻ്റെ കാര്യം എന്താണെന്ന് നോക്കണ്ടേ. പരിപ്പും നമ്മുടെ പീച്ചിങ്ങ വേണ്ട, ഇതിപ്പം കറക്റ്റായിട്ട് വെന്തിരിപ്പും. ഇപ്പോൾ ഈ തക്കാളിക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പീച്ചിങ്ങയും കൂടെ അങ്ങോട്ട് ഇടാം. അതങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചേരാനായിട്ട് നമുക്കൊരു ശകലം സമയമൊന്ന് അടച്ചു വയ്ക്കാമേ. അന്നേരം തിളച്ചത് നല്ലപോലെ അങ്ങ് ചേർന്നോളും. ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടു നോക്കണം സമയമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതിപ്പം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ അതിൻ്റെ എത്ര തിക്കായിട്ട് വേണമെന്നനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വെജിറ്റേറിയൻസിന് നല്ല ബെസ്റ്റ് ഒരു കറിയാണിത്. കുറച്ച് മല്ലിയില ഇടാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.